ഹലോ ഫ്രണ്ട്സ്, ലേണിംഗ് വിത്ത് ജിആറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് 6ാം ക്ലാസ് പുതിയ SCERT പാഠഭാഗം അടിസ്ഥാന ശാസ്ത്രം ഭാഗം 1 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. അടിസ്ഥാന ശാസ്ത്രം 6ാം ക്ലാസ് ഭാഗം 1 ആദ്യം 5 ചാപ്റ്റേഴ്സാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ആഹാരത്തിലൂടെ ആരോഗ്യം, കാന്തിക ലോകത്തെ അത്ഭുതം, നിവർന്നു നിൽക്കാം, പൂക്കാം, കായ്ക്കാം, പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ. ഈ 5 ചാപ്റ്റേഴ്സാണ് ആദ്യത്തെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ പാഠഭാഗമാണ് ആഹാരത്തിലൂടെ ആരോഗ്യം. ഇത് 6ലെ കുട്ടികൾക്കായതുകൊണ്ട് തന്നെ ആദ്യത്തെ ആക്ടിവിറ്റീസൊക്കെ കുട്ടികൾക്ക് ചെയ്യാവുന്ന കുറേ ആക്ടിവിറ്റീസാണുള്ളത്. പക്ഷേ ഈ ചാപ്റ്ററിനകത്ത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ PSC പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഭാഗങ്ങളുണ്ട്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പഠിച്ചു പോകാം. ആദ്യം നമ്മുടെ ആരോഗ്യം. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരമാണ്. നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകമാണ് പോഷകങ്ങൾ. ഇവ നമുക്ക് ലഭ്യമാകുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളാണ് കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ തുടങ്ങിയവ. അപ്പം 5 പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ. ജലം ഒരു പോഷക ഘടകമല്ലെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമാണ്. ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന നാരുകളും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാ ആഹാരത്തിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതിനാൽ നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നു. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഏതൊക്കെയാണ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങൾ? 1 കാർബോഹൈഡ്രേറ്റ്, 2 പ്രോട്ടീൻ, 3 കൊഴുപ്പ്, 4 വിറ്റാമിനുകൾ, 5 ധാതുക്കൾ. ഈ 5 എണ്ണമാണ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളെന്ന് പറയുന്നത്. ഇനി അതിൽ ഓരോന്നും നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യത്തേതാണ് കാർബോഹൈഡ്രേറ്റ്. ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രധാനമായും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അപ്പം ഊർജം പ്രധാനമായും ലഭിക്കുന്നത് എന്തിൽ നിന്നാണ്? കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണവസ്തുക്കളിൽ കാണപ്പെടുന്നു. അപ്പം ഭക്ഷണവസ്തുക്കളിൽ കാർബോഹൈഡ്രേറ്റ് കാണപ്പെടുന്ന രൂപങ്ങളാണ് അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ. ഈ രൂപങ്ങളിലാണ് കാർബോഹൈഡ്രേറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ കാണപ്പെടുന്നത്. ഇനി ആഹാര പദാർത്ഥങ്ങളിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കാൻ നമ്മൾ നടത്തുന്ന ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ്. അപ്പോൾ അയഡിൻ ടെസ്റ്റ് എന്തിനുള്ളതാണ്? ഭക്ഷണ പദാർത്ഥങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് എന്ന് കാണിക്കാൻ, അന്നജം അടങ്ങിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന പരീക്ഷണമാണ് അയഡിൻ ടെസ്റ്റ്. അന്നജം ആസിഡുമായി ചേരുമ്പോൾ ഇരുണ്ട നീല നിറം ഉണ്ടാകുന്നു. അന്നജത്തിൻ്റെ അളവിനനുസരിച്ച് നീല നിറത്തിൻ്റെ കാഠിന്യം വ്യത്യാസമുണ്ടാകും. അപ്പം അന്നജമായിട്ടത് ചേരുന്ന അന്നജത്തിൻ്റെ അളവറിയിക്കുന്നത് എന്താണ്? ഈ അയഡിൻ ആസിഡുമായി ചേരുമ്പോൾ ഇരുണ്ട നീല നിറമായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെയാണ് നമ്മൾ അന്നജത്തിൻ്റെ പ്രസൻസ് അറിയുന്നത്. അടുത്തതാണ് ചെറുധാന്യങ്ങൾ, മില്ലറ്റ്സ്. പുല്ലുവർഗ്ഗങ്ങളിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതുലവണങ്ങൾ എന്നിവ ഇവയിലുണ്ട്. നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ ദഹനപ്രക്രിയയിൽ പ്രധാന പങ്കുവഹിക്കുന്നു. മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണമായിട്ടാണ് ഇവ ഉപയോഗിച്ചു വന്നിരുന്നത്. ഇവയുടെ പോഷക മൂല്യം മനസ്സിലാക്കിയതോടുകൂടിയാണ് മനുഷ്യരും ആഹാരമായി ഉപയോഗിച്ച് തുടങ്ങുന്നത്. അപ്പം റാഗി, ബാജ്ര,
തിന, ചോളം, ചാമ തുടങ്ങിയവ ഈ വിഭാഗത്തിൽപ്പെടുന്നു. ചെറുധാന്യങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്നവയാണ് റാഗി, ബാജ്ര, തിന, ചോളം, ചാമ. അടുത്ത പോഷക ഘടകമാണ് പ്രോട്ടീൻ. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. അപ്പം പ്രോട്ടീൻ എന്തിനാണ്? ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. കൂടാതെ ഇവ ഊർജവും പ്രദാനം ചെയ്യുന്നു. പ്രോട്ടീൻ്റെ കുറവ് മൂലം ക്വാഷിയോക്കർ, മരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോട്ടീൻ്റെ കുറവ് മൂലം ആണ് ക്വാഷിയോക്കർ, മരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നത്. അടുത്തതാണ് കൊഴുപ്പ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവ പോലെ കൊഴുപ്പ് നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും പോലെ നമുക്ക് എന്ത് ആവശ്യമായിട്ടുള്ള പോഷക ഘടകമാണ്? കൊഴുപ്പ്. ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ്. ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്തു കഴിഞ്ഞാൽ ഊർജം ലഭിക്കുന്നത് ഏറ്റവും കൂടുതൽ കൊഴുപ്പിൽ നിന്നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് സസ്യജന്യ കൊഴുപ്പുകൾ, ജന്തുജന്യ കൊഴുപ്പുകൾ. സസ്യജന്യ കൊഴുപ്പുകളാണ് വെളിച്ചെണ്ണ, കടുകെണ്ണ, സൺഫ്ലവർ ഓയിൽ. ഇതൊക്കെ സസ്യജന്യ കൊഴുപ്പുകളാണ്. ജന്തുജന്യ കൊഴുപ്പുകളാണ് മത്സ്യ എണ്ണ, അതുപോലെ തന്നെ നെയ്യ്. ഇവയൊക്കെ എന്താണ്? ജന്തുജന്യ കൊഴുപ്പുകളാണ്. അരി, പച്ചക്കറി, ഗോതമ്പ് തുടങ്ങി മിക്കവാറും എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും ചെറിയ അളവിൽ കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട്. ചെറിയ അളവിൽ അരിയിലും പച്ചക്കറിയിലും ഗോതമ്പിലും എന്ത് ചെയ്തിട്ടുണ്ട്? കൊഴുപ്പടങ്ങിയിട്ടുണ്ട്. അടുത്തതാണ് കൊളസ്ട്രോൾ. കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർ നിർദ്ദേശിക്കുന്നത് കേട്ടിട്ടില്ലേ? എന്താകാൻ കാരണം? കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലിലൂടെ ഭിത്തികളിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇത് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുന്നു. അപ്പം അമിതമായി കൊളസ്ട്രോൾ ഉണ്ടാകുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അത് രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അത് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകും. അടുത്ത പോഷക ഘടകമാണ് വിറ്റാമിനുകൾ. ഇവിടെ വിറ്റാമിനും അതിൻ്റെ പ്രാധാന്യവും നൽകിയിട്ടുണ്ട്. വിറ്റാമിൻ എ പ്രാധാന്യം കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യമാണ്. വിറ്റാമിൻ ബി തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യം. വിറ്റാമിൻ സി പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വിറ്റാമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വിറ്റാമിൻ ഇ നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. വിറ്റാമിൻ ഇ നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിനാണ് വിറ്റാമിൻ ഇ. വിറ്റാമിൻ കെ മുറിവുകൾ ഉണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് വിറ്റാമിൻ കെയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ ഏതെല്ലാമാണ്? ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനുകളാണ് വിറ്റാമിൻ എ, അതുപോലെ തന്നെ വിറ്റാമിൻ ബി. വിറ്റാമിൻ എയും വിറ്റാമിൻ ബിയും ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനുകളാണ്. അടുത്തതാണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സിൻ്റെയും പ്രാധാന്യമാണ് അടുത്തത് നോക്കാനുള്ളത്. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? സൂര്യപ്രകാശത്തിൽ നിന്നാണ്. ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കുന്നുണ്ട്. ചെറിയ അളവിൽ
ഭക്ഷണങ്ങളിൽ നിന്നും നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? വിറ്റാമിൻ ഡി ലഭിക്കുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിനാണിത്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് കണ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് കണ അഥവാ റിക്കറ്റ്സ്. വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായി സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സ്. നമ്മളുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട അത്യാവശ്യമായിട്ടുള്ള ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. 8 തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണിത്. ബി കോംപ്ലക്സ് എന്ന് പറയുന്നത് 8 തരം വിറ്റാമിനുകളുടെ കൂട്ടമാണ് ബി കോംപ്ലക്സ് എന്നറിയപ്പെടുന്നത്. ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്ക് വഹിക്കുന്നു. കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ്. ഇവയ്ക്കെല്ലാം തന്നെ ബി കോംപ്ലക്സ് ആവശ്യമായിട്ടുള്ളതാണ്. അടുത്തതായി വിറ്റാമിൻ ബി, സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. ബിയും സിയും വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. എ, ഡി, ഇ, കെ എന്നീ വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുകയുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്, വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ് എന്ന് ചോദ്യം ചോദിക്കാം. അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ബിയും സിയും. കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വിറ്റാമിനുകളാണ് എ, ഡി, ഇ, കെ എന്നിവ. കൊഴുപ്പിൻ്റെ അഭാവത്തിൽ ഈ വിറ്റാമിനുകൾ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയില്ല. ഏതൊക്കെ? കൊഴുപ്പിൻ്റെ അഭാവത്തിൽ എയും ഡിയും ഇയും കെയും എന്ത് ചെയ്യില്ല? ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയില്ല. കാരണം എന്താണത്? അത് കൊഴുപ്പിൽ മാത്രം ലയിക്കുന്നവയാണ്. അടുത്ത പോഷക ഘടകമാണ് ധാതുക്കൾ. അയൺ ഒരു ധാതുവാണ്. ഇത്തരം ചില ധാതുക്കൾ ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് അയൺ, ഇരുമ്പ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് അയൺ. അടുത്തത് കാൽസ്യം. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിനും സഹായിക്കുന്നു. അപ്പോൾ കാൽസ്യത്തിൻ്റെ പ്രാധാന്യം എന്താണ്? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിനും സഹായിക്കുന്നു. അടുത്ത ധാതുവാണ് അയഡിൻ. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയഡിൻ പ്രാധാന്യം എന്താണ്? തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. ഹീമോഗ്ലോബിൻ എന്താണെന്ന് നോക്കാം. ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണക വസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതിനും അവിടെ നിന്ന് കാർബൺ ഡയോക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതിനും ഹീമോഗ്ലോബിനാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് അനീമിയ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണെന്ത്? അനീമിയ എന്ന് പറയുന്നത്. അടുത്തതാണ് അപര്യാപ്തത രോഗങ്ങൾ. വിറ്റാമിനുകളും ധാതുക്കളും കുറഞ്ഞ അളവിൽ മാത്രമേ ശരീരത്തിന് ആവശ്യമുള്ളൂ. എങ്കിലും വേണ്ടത്ര അളവിൽ അവ ലഭ്യമായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപര്യാപ്തത രോഗങ്ങൾ ഉണ്ടാകുന്നു. ഏതൊക്കെയാണ് ആ അപര്യാപ്തത രോഗങ്ങളെന്ന് നോക്കാം. വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്നതാണ് ഗ്ലോസിറ്റിസ്, നാവ് വീക്കവും
നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയുമാണ് എന്ത്? ഗ്ലോസിറ്റിസ് എന്നറിയപ്പെടുന്നത്. അതായത് വായ്പുണ്ണ്. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് മോണയിൽ നിന്നുള്ള രക്തസ്രാവം. അതാണ് സ്കർവി എന്നറിയപ്പെടുന്നത്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത രോഗമാണ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, കണ. അടുത്തത് നിശാന്തത എന്താണെന്ന് ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. അപ്പോൾ എന്താണ് നിശാന്തത? ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ച യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒന്നുകൂടെ നോക്കിക്കേ. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല. അപ്പം മങ്ങിയ വെളിച്ചത്തിലും ഇരുട്ടിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണെന്ത്? നിശാന്തത എന്ന് അറിയപ്പെടുന്നത്. ഈ നിശാന്തതയ്ക്ക് കാരണം എന്താണ്? വൈറ്റമിൻ എയുടെ അപര്യാപ്തതയാണ്. ഇനി ധാതുക്കളുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങൾ നോക്കാം. അയണിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ. നമ്മൾ പഠിച്ചതായിരുന്നു. ഇനി അയഡിൻ്റെ അപര്യാപ്തത രോഗമാണ് എന്ത്? ഗോയിറ്റർ എന്ന് അറിയപ്പെടുന്നത്. കാൽസ്യത്തിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്നതാണ് ഓസ്റ്റിയോപോറോസിസ്. ഇനി അടുത്തത് എന്താണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് നോക്കാം. അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ്. എന്താണ് ഓസ്റ്റിയോപോറോസിസ്? അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ്. എല്ലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കട്ടി കുറഞ്ഞത് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ്, അല്ലെങ്കിൽ അസ്ഥിക്ഷയം എന്നാണ് അറിയപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു. ഓസ്റ്റിയോപോറോസിസ് എന്തിന് കാരണമാകുന്നുണ്ട്? എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് കാരണമായിത്തീരുന്നു. അടുത്തതാണ് ഗോയിറ്റർ. ഗോയിറ്റർ ഏത് ധാതുവിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്നതായിരുന്നു? അയഡിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്നതായിരുന്നു ഗോയിറ്റർ. ഗോയിറ്റർ എന്താണെന്ന് നോക്കാം. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയിഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് ഗോയിറ്റർ. ഗോയിറ്റർ കാരണം എന്താണ് സംഭവിക്കുന്നത്? തൈറോയിഡ് ഗ്രന്ഥിയുടെ വലിപ്പം കൂടുന്നു. ഈ അവസ്ഥയാണെന്ത്? ഗോയിറ്റർ. സിമ്പിൾ ഗോയിറ്റർ അഥവാ തൊണ്ടമുഴ എന്നാണ് അറിയപ്പെടുന്നത്. തൈറോയിഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തിന് അയോഡിൻ ആവശ്യമാണ്. അപ്പോൾ ഗോയിറ്റർ എന്താണ്? തൈറോയിഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണെന്ത്? ഗോയിറ്റർ എന്നറിയപ്പെടുന്നത്. അത് അയോഡിൻ്റെ അപര്യാപ്തത മൂലമാണ് ഉണ്ടാകുന്നത്. അടുത്തതാണ് പോഷകേതര ഘടകമാണ് അടുത്തത്. നമ്മൾ പോഷകേതര ഘടകത്തിന് എക്സാമ്പിളായി പഠിച്ചത് നാരുകളായിരുന്നു, ഫൈബേഴ്സ്. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് നാരുകൾ. ഇത് നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? നാരുകൾ സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് നാരുകൾ. നാരുകൾ എന്തല്ല? പോഷക ഘടകമല്ല. എങ്കിലും ദഹനം, വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ്. തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ് തുടങ്ങിയവയിൽ ധാരാളം നാരുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അടങ്ങിയിട്ടുണ്ട്. അപ്പം ഓർത്തിരിക്കേണ്ട കാര്യം, നാരുകൾ എന്തല്ല? ഒരു പോഷക ഘടകമല്ല. പക്ഷെ ഇതിന് ദഹനത്തിനും വൻകുടലിലൂടെയുള്ള വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളലിനും സുഗമാക്കുന്നതാരാണ്? നാരുകളാണ്. അടുത്തത് ജലം. നമ്മുടെ ശരീരത്തിൻ്റെ ഏതാണ്ട് 70% ജലമാണ്. ദഹനം, രക്തചംക്രമണം, വിസർജനം
തുടങ്ങി വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ ശരീരത്തിൽ നിന്നും ജലനഷ്ടം ഉണ്ടാകുന്നു. അതിനാൽ ധാരാളം ശുദ്ധജലം കുടിക്കണം. കുട്ടികൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കേണ്ടതുണ്ട്. അപ്പോൾ കുട്ടികൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വെള്ളം വരെ എന്ത് ചെയ്യണം? കുടിക്കേണ്ടതായിട്ടുണ്ട്. തക്കാളി, വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങി പച്ചക്കറികളിൽ ധാരാളം ജലം അടങ്ങിയിരിക്കുന്നു. അടുത്തതാണ് സമീകൃത ആഹാരം, ബാലൻസ്ഡ് ഡയറ്റ്. ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമമാണ് നാം ശീലിക്കേണ്ടത്. എല്ലാം മതിയായ നിശ്ചിത അളവിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന പ്രോട്ടീൻ ആണെങ്കിലും കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കളെല്ലാം നമ്മൾ നിശ്ചിത അളവിൽ നമ്മളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഭക്ഷണക്രമമാണ് സമീകൃതാഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പം എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് നമ്മൾ പഠിച്ചു. അടുത്തതാണ് ഫുഡ് പ്ലേറ്റ്. നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട പോഷക ഘടകങ്ങളുടെ അളവാണ് ഫുഡ് പ്ലേറ്റിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തതാണ് കലോറി. ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കലോറി. ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കലോറി. ശ്വസനം, രക്തചംക്രമണം തുടങ്ങി ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഊർജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം ശരാശരി 1900 മുതൽ 2400 കലോറി വരെ ഊർജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു സ്ത്രീക്ക് പ്രതിദിനം ശരാശരി 1600 മുതൽ 2000 കലോറി വരെ ഊർജം ആവശ്യമാണ്. അപ്പോൾ പഠിച്ചിരിക്കേണ്ടതാണ്, ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കലോറി. നമ്മുടെ ശ്വസനത്തിനും രക്തചംക്രമണത്തിനും ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഊർജമെല്ലാം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം ശരാശരി 1900 മുതൽ 2400 കലോറി വരെ ഊർജം ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു ശാരീരിക അധ്വാനമുള്ള സ്ത്രീക്ക് പ്രതിദിനം ശരാശരി 1600 മുതൽ 2000 കലോറി വരെ ഊർജം വേണ്ടി വരുന്നതാണ്. ഒരു മുതിർന്ന കുട്ടിക്ക് പ്രതിദിനം ശരാശരി 1200 മുതൽ 1400 കലോറി വരെ ഊർജം ആവശ്യമാണ്. അപ്പോൾ എന്താണ് കലോറി എന്ന് മനസ്സിലായി. അടുത്തത് പോഷക മൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്നാണ് അടുത്തതുള്ളത്. എന്താണ്? പഴങ്ങളും പച്ചക്കറികളും മുറിച്ചതിന് ശേഷം കഴുകാൻ പാടില്ല എന്നത് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ഈ പറയുന്ന പോഷകമൂല്യങ്ങൾ എന്ത് ചെയ്യാം? നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പഴങ്ങളും പച്ചക്കറികളും മുറിച്ചതിന് ശേഷം എന്ത് ചെയ്യരുത്? അത് കഴുകരുത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ അടച്ചു വെച്ച് വേവിക്കണം എന്ന് പറയുന്നതും എന്താണ്? ഈ പോഷകമൂല്യങ്ങളൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കാനാണ് അങ്ങനെ പറയുന്നത്. ആരോഗ്യത്തോടെ വളരാൻ പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്കിപ്പോൾ ഈ ചാപ്റ്ററിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ.